നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഹോം ഡെക്കറേറ്റ് ഉണ്ടാക്കിയാലോ? അതും ഈസി ആയിട്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നതാണ് ഐസ്ക്രീം സ്റ്റിക്ക്. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഞാനിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്. ആദ്യമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ ഐസായാലും ഇങ്ങനെ ചോക്കോബാർ ആയാലും മേടിക്കുമ്പോൾ അതിൻ്റെ ഐസ്ക്രീം സ്റ്റിക്കുകളൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഓരോന്നും ഉണ്ടാക്കിയത്. അങ്ങനെ എടുത്തു വെച്ചതായാലും കുഴപ്പമില്ല, നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടായാൽ മതി. പിന്നെ വേണ്ടത് അക്രിലിക്കിന്റെ പെയിന്റ് ആണ്. ഇപ്പൊ ഞാനിപ്പോ എടുത്തിട്ടുള്ളത് പേസ്റ്റൽ കളേഴ്സ് ആണ്. നിങ്ങളുടെ അടുത്ത് ഇനി പേസ്റ്റൽ കളേഴ്സ് ഇല്ല വിചാരിച്ചിട്ടിരിക്കണ്ട. ഞാൻ നമ്മുടെ അടുത്ത് ഉണ്ടാവുന്ന സാധാ ഡാർക്ക് കളേഴ്സ് ഉണ്ടാവുമല്ലോ, അതിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്താൽ തന്നെ നമുക്ക് പേസ്റ്റൽ കളേഴ്സ് കിട്ടും. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ലൈറ്റ് ബ്ലൂ കളറും പിന്നെ അതല്ലാണ്ട് ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് കളറുമാണ്. ഇങ്ങനെ നമ്മൾ ബ്ലൂ കളറിലുള്ളത് 10 സ്റ്റിക്കുകൾ നമ്മൾ ബ്ലൂ കളർ പെയിന്റ് ചെയ്തെടുക്കുക. അതേപോലെ 3 സ്റ്റിക്കുകൾ നമ്മൾ പിങ്കും പെയിന്റ് ചെയ്തെടുക്കണം. ഈ 2 ഐറ്റംസ് മാത്രമേ ആവശ്യമുള്ളൂ നമ്മുടെ ഇന്നത്തെ ഹോം ഡെക്കോറേറ്റ് ഉണ്ടാക്കാനായിട്ട്. കാണാൻ ക്യൂട്ടുമാണ്, അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണ്. ആ കയ്യിൽ നമ്മുടെ ഇങ്ങനെ പെയിന്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പെയിന്റ് ഒക്കെ ആവും. അതൊന്നും സാരല്ല, നമുക്ക് പിന്നെ അവസാനത്തെ ഈ റിസൾട്ട് കാണുമ്പോൾ തന്നെ നമ്മുടെ ഈ പെയിന്റ് ആയതൊക്കെ ഒരു പ്രശ്നമില്ലാണ്ട് ആയിക്കോളൂ. പെയിന്റ് ഒക്കെ ഉണങ്ങി കിട്ടൽ കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ 10 സ്റ്റിക്കുകളില്ലേ അത് ഒപ്പം വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളൊന്ന് ഒട്ടിച്ചെടുക്കുക. അതേപോലെ നമ്മുടെ ഈ പിങ്കിന്റെ 3 സ്റ്റിക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ചും കൂടി എടുത്താൽ മതി. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ അതിൽ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് പേപ്പർ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് നമ്മുടെ സാധാ എയർ ഡ്രൈ ക്ലേ അല്ലേ, അതെടുത്തിട്ട് ഒന്ന് ബ്രൗൺ കളർ ഒന്ന് അതിൻ്റെ ഉള്ളിലൊന്ന് വെച്ചാൽ ഒരു മണ്ണിന്റെ ടച്ച് കിട്ടും. അതേപോലെ പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് 2 ഓരോന്ന് കുത്തി വെച്ചാൽ തന്നെ നമുക്കൊരു പ്ലാന്റ് മോഡൽ ആയി കിട്ടും. അതേപോലെ പേപ്പറിൽ ഇപ്പൊ ഞാൻ കുറച്ച് ജനാല് പോലെയും പിന്നെ കുറച്ച് വാതിൽ പോലെയും പിന്നെ വെൽക്കം ഹോം എന്നും ഒക്കെ ഒന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. അതും കൂടി വെച്ചാൽ നമ്മുടെ ഹോം ഡെക്കോർ ഐറ്റം റെഡിയായി. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞ് ഐറ്റം എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒന്നും മറക്കല്ലേ.